മോദിയുടെ വലം കൈയായ രാഷ്ട്രീയ നേതാവിനെ ജനങ്ങൾക്കിന്ന് മടുത്തു തുടങ്ങി. പറഞ്ഞു വരുന്നത് ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനപ്രീതിയിൽ വൻ ഇടിവ് സംഭവിച്ച വാർത്തയെ കുറിച്ചാണ്. ഇപ്പോൾ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നിതീഷിന് വലിയ പിന്തുണ ഉണ്ടാകില്ലെന്നാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ പ്രവചിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് RJD യുവ നേതാവ് തേജസ്വി യാദവിനെയാണ് സർവേയിൽ കൂടുതൽ പിന്തുണ. 41% പേർ തേജസ്വിയെ പിന്തുണച്ചപ്പോൾ 18% പേരുടെ പിന്തുണ മാത്രമാണ് നിതീഷ് കുമാറിന് ലഭിച്ചത്. 15% പേർ ജൻ സൂരജ് സ്ഥാപകനും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കുമാറിനെ അനുകൂലിച്ചു. നിതീഷ് കുമാറിന്റെ വിശ്വാസ്യത തകർന്നുവെന്നാണ് 58% ആളുകൾ പ്രതികരിച്ചത്. നേരിയ ഇടിവ് സംഭവിച്ചതായി 13% ആളുകൾ പറയുമ്പോൾ യാതൊരു ഇടിവുമില്ലെന്നും നിതീഷ് ഇപ്പോഴും മികച്ച നേതാവാണെന്നും 21% പേർ പറയുന്നുണ്ട്. തൊഴിലില്ലായ്മയാണ് തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമെന്നാണ് 45% ആളുകളും അഭിപ്രായപ്പെടുന്നത്. പണപ്പെരുപ്പമാണെന്ന് 11% പേർ പറഞ്ഞപ്പോൾ വൈദ്യുതി, വെള്ളം, റോഡ് എന്നിവയാണെന്ന് 10% പേർ പറഞ്ഞു. കർഷകരുടെ പ്രശ്നങ്ങളും അഴിമതിയുമാണെന്നായിരുന്നു 4% പേരുടെ അഭിപ്രായം. സർവേയിൽ പങ്കെടുത്ത 50% പേർ നിലവിലെ സർക്കാരിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. സർക്കാർ മാറണമെന്ന അഭിപ്രായമാണ് ഇവർ പങ്കിടുന്നത്. എന്നാൽ അതൃപ്തിയുണ്ടെങ്കിലും സർക്കാർ മാറേണ്ടതില്ലെന്നായിരുന്നു 22% പേരുടെ അഭിപ്രായം. അതേസമയം അതൃപ്തിയുമില്ല, മാറ്റവും ആഗ്രഹിക്കുന്നില്ലെന്നാണ് 25% പേർ പങ്കുവച്ചത്. ഈ വർഷം അവസാനമാണ് ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ബീഹാറിൽ ഇക്കുറിയും നിതീഷിനെ മുൻനിർത്തിയാകുമോ NDA തിരഞ്ഞെടുപ്പ് പോരിന് ഇറങ്ങുകയെന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. രാഷ്ട്രീയ മലക്കം മറിച്ചിലുകൾക്ക് പേരുകേട്ട നിതീഷിനെ ഇത്തവണയും അവതരിപ്പിക്കുന്നത് NDAക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുമുണ്ട്. എന്നാൽ നിതീഷിനെ തഴഞ്ഞ് മുന്നോട്ടു പോകാൻ ബീഹാറിൽ BJPക്ക് സാധിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 243 അംഗ സീറ്റിൽ 74 സീറ്റുമായി RJD ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. നിതീഷിന്റെ JDUവിന് ലഭിച്ചത് 43 സീറ്റുകളും. തുടർന്ന് 74 സീറ്റ് നേടിയ BJP JDUവുമായി കൈകോർത്ത് ഭരണത്തിലേറി. കോൺഗ്രസിന് 19 സീറ്റുകളായിരുന്നു അന്ന് ലഭിച്ചത്. പിന്നീട് BJPയുമായി ഇടഞ്ഞ് നിതീഷ് RJDയുമായി കൈകോർത്ത് ഭരണത്തിലേറി. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സഖ്യം അവസാനിപ്പിച്ച് അദ്ദേഹം NDAയിലേക്ക് ചേക്കേറുകയായിരുന്നു. 7 പേരെ കൂടി ഉൾപ്പെടുത്തി മന്ത്രിസഭ വിപുലീകരിച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ. BJP നേതാക്കൾക്കാണ് മന്ത്രിസഭയിൽ ഇടം ലഭിച്ചത്. ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ജാതി മത സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാണ് നേതാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. 7 പുതിയ മന്ത്രിമാരിൽ കൃഷ്ണകുമാർ, മന്ദു, സഞ്ജയ് സരോഗി, സുനിൽ കുമാർ, മോത്തിലാൽ പ്രസാദ് എന്നിവർ OBC വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. OBC വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് വിജയ് കുമാർ മണ്ഡൽ. രജപുത്ര സമുദായാംഗമാണ് രാജ്കുമാർ സിംഗ്. ഭൂമി ഹാറു സമുദായക്കാരനാണ് ജിബേഷ് കുമാർ. ജാതി സമവാക്യങ്ങൾ ഏറെ നിർണായകമായ ബീഹാറിൽ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഇത്തരം നീക്കങ്ങൾ ഗുണം ചെയ്യുമെന്നാണ് NDAയുടെ വിലയിരുത്തൽ. എന്നാൽ ജനങ്ങൾ പലതും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. തങ്ങൾ തിരഞ്ഞെടുത്തത് വലിയൊരു തെറ്റാണെന്ന് അവർ ചിന്തിച്ചു തുടങ്ങി.